ഹായ് ഫ്രണ്ട്, ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാട്ടോ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെയൊക്കെ ചില നേരത്തെ വാക്കുകൾക്ക് ആളുകളെ പച്ചക്കങ്ങോട്ട് കൊല്ലാനുള്ള ഒരു കരുത്തുണ്ട്. എന്നാൽ ചില വാക്കുകൾക്ക് ആളുകൾക്ക് ജീവൻ കൊടുക്കാനും കരുത്തുണ്ട്. ഇന്നത്തെ ഈ ഒരു ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചോര പൊടിയാത്ത കൊലപാതകം നടക്കുന്ന ഒരു ഇടം എവിടെയാണെന്നറിയാമോ? നമ്മുടെയൊക്കെ കമന്റ് ബോക്സുകളിൽ ആർക്കെതിരെ എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കിന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഒരു ഐഡന്റിറ്റി മാസ്ക് ചെയ്തുകൊണ്ട് തന്നെ. ഇതിൻ്റെയൊക്കെ ഒരു പരിണതഫലം എത്ര ഭീകരമായിരിക്കുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചെറിയൊരു കഥ പറയാം. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നടന്നൊരു കഥ ആണ് എന്നാണ് എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞ ആള് പറഞ്ഞത്. ഒരു 28 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിലെ ഒരു സ്ഥലത്ത് 2 പെൺകുട്ടികളുണ്ടായിരുന്നു. ഈ 2 പെൺകുട്ടികളും കാണാൻ അതീവ സുന്ദരികളായിരുന്നു. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേർക്കും നല്ല നീളം മുടിയായിരുന്നു എന്നുള്ളതാണ്. ഇവർക്കൊരു പതിവുണ്ടായിരുന്നു. ഇവർ കാലത്ത് തന്നെ വീടിൻ്റെ അടുത്തുള്ള ഒരു ടൗണിൽ തയ്യൽ പഠിക്കാനായിട്ട് പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം പതിപോലെ ഇവർ തയ്യൽ പഠിക്കാനായിട്ട് കുളിച്ച് അണിഞ്ഞൊരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇവർ പുറത്ത് പോകുന്ന വഴിക്കരികിൽ 2 ചേർത്തിമാരിരുന്നിട്ട് വർത്താനം പറയാണ്. അതിലൊരു ചെറിയൊരു ചേർത്തി ഒരു കമന്റ് അങ്ങോട്ട് ഇട്ടു: ഈ പിള്ളേർ കാലത്ത് തന്നെ എങ്ങോട്ടാണ് ഈ പോണേ? അപ്പോൾ അടുത്തുണ്ടായിരുന്ന ആ ചേർത്തി ഏറ്റുപിടിച്ചിട്ട് പറഞ്ഞു: അല്ലാതെ എവിടേക്ക് അടി. അപ്പോൾ ഇവരെന്താ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെ ഇവർ കൊളുത്ത് വിട്ട ആ തീ ആ നാട് മൊത്തം അങ്ങോട്ട് പരന്നു. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 പെൺകുട്ടികളും അവരുടെ നീളം മുടി പരസ്പരം കൂട്ടിക്കെട്ടിയിട്ട് ഒരു കയത്തിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചില നേരത്തെ വാക്കുകൾക്ക് ആളുകളെ ജീവനെടുക്കാനുള്ളൊരു കരുത്തുണ്ട്. എന്ത് കാര്യം ആരോട് പറയുമ്പോഴും രണ്ടാമത് ഒരു വട്ടം കൂടി ഒന്ന് ആലോചിക്കണം. ഇത് അത്യാവശ്യമാണോ? ഇത് എതിരെയുള്ള ആളെ എങ്ങനെ ബാധിക്കുമെന്നൊക്കെ. ഗോഡ് ബ്ലെസ് യു ഓൾ.